NIA പുറത്തുവിട്ട ഔദ്യോഗിക വിവരം അനുസരിച്ച് തിരുനെൽവേലിയിൽ നിന്നും പിടിയിലായ തൊടുപുഴ സ്വദേശി സുബ്ഹാനി ഹാജ മൊയ്തീൻ IS-ൽ അംഗമാണ്. ഇയാൾ 2015 ഏപ്രിൽ 8-ാം തീയതി ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നുമാണ് ഇസ്താംബൂളിലേക്ക് പോയത്. ഇവിടെ നിന്നും മൊസൂളിലേക്ക് കടക്കുകയായിരുന്നു. ഇവിടെ വെച്ച് IS-ൽ നിന്നും യന്ത്രത്തോക്കുകൾ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നതിൽ പരിശീലനം നേടി. ഇതിനുശേഷം കുറച്ചുനാൾ IS നിയന്ത്രിത മേഖലയിൽ സുരക്ഷാഭടനായി ജോലി ചെയ്തു. ഇതിന് $100 പ്രതിമാസം ശമ്പളം ലഭിച്ചിരുന്നുവെന്നാണ് സുബ്ഹാനി NIAക്ക് നൽകിയിരിക്കുന്ന മൊഴി. യുദ്ധമുഖത്ത് സഹയോദ്ധാക്കൾ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് ദൃക്സാക്ഷിയായതോടെ ഇയാൾ ഇറാഖിൽ നിന്നും മടങ്ങാൻ ആഗ്രഹിക്കുകയായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ IS ഇതിന് അനുമതി നൽകിയില്ല. തുടർന്ന് ഇയാൾക്ക് 55 ദിവസം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. IS നിയന്ത്രിത മേഖലയിൽ മറ്റ് മലയാളികളെ കണ്ടെന്നും ഇയാൾ NIAക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ IS പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാമെന്ന ഉറപ്പിലാണ് ഇയാൾ ജയിൽ മോചിതനാകുന്നത്. ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷവും IS-മായി ബന്ധം തുടർന്നതിനും സാമ്പത്തിക സഹായം ലഭിച്ചതിനും NIAക്ക് തെളിവുകൾ ലഭിച്ചു. കനകമലയിൽ നിന്നും അറസ്റ്റിലായവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുബ്ഹാനി പിടിയിലാവുന്നത്. ഈ സമയം ഇയാൾ തെങ്കാശിയിൽ നിന്ന് ഉൾപ്പെടെ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിരുന്നു. ഇയാൾ നൽകിയ മൊഴികൾ അനുസരിച്ച് ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കിയ സുബ്ഹാനിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി 9 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിൽ വിട്ടു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഒരു വർഷത്തിലേറെയായി സംസ്ഥാനത്ത് നിന്ന് IS കേന്ദ്രങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്ന വിവരമാണ് സുഹ്ബാന്റെ വെളിപ്പെടുത്തലോടെ പുറത്തുവരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ IS ആശയങ്ങൾ പ്രചരിപ്പിച്ച് യുവാക്കളെ ആകർഷിക്കാൻ വിദേശത്ത് നിന്നുള്ള സാമ്പത്തിക സഹായമടക്കം ലഭിച്ചിട്ടുണ്ട്. സുഹ്ബാനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ചില സംഘടനകൾ NIAയുടെ നിരീക്ഷണത്തിലാണ്. IS പരിശീലനത്തിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ സുഹ്ബാൻ ആരെല്ലാമായി ബന്ധപ്പെട്ടുവെന്നതും പരിശോധിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് IS ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നതായും വിവരമുണ്ട്. കനകമലയിൽ നിന്ന് പിടിയിലായ യുവാക്കളെയും സുഹ്ബാനെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും NIA കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. നിയമസഭ നടന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ നിയമസഭയ്ക്കുള്ളിൽ ചില ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് വെറും കാപട്യമായിരുന്നു, അഭിനയമായിരുന്നു, വെറും കള്ളക്കളിയായിരുന്നു എന്ന് വ്യക്തമായി. പണ്ടുണ്ടായിരുന്നതൊക്കെ കൂടുതൽ ഫീസ് ഇപ്പോൾ ഈടാക്കാൻ സാധിക്കുന്നു. ഫീസും വാങ്ങാം, തലവരിപ്പണവും വാങ്ങാം. ഇതാണ് ഇന്നത്തെ സ്ഥിതി. എത്ര വേണമെങ്കിലും ഫീസ് വാങ്ങിക്കാം എന്നുള്ളൊരവസ്ഥാവിശേഷം. ഈ കൊടും വഞ്ചന അത് LDF-ഉം UDF-ഉം ഒരുമിച്ച് എടുക്കുകയാണ്.